ഹായ്, നമുക്കിന്നേ വെർബുകൾ ക്രിയകൾ നോക്കാം. അതിലാദ്യം റെഗുലർ വെർബ് എന്താണെന്നാണ് നോക്കുന്നത്. റെഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉണ്ടാക്കാൻ, അതായത് V2 പാസ്റ്റും V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഇത് രണ്ടും ഉണ്ടാകാൻ V1 എന്ന് പറഞ്ഞാൽ ബേസ് ഫോമാണ്, ബേസ് ഫോം ഓഫ് ദ വെർബ്, ഇതിനോട് ഈടി ചേർത്ത് കഴിഞ്ഞാൽ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉണ്ടാകാൻ കഴിയും. അങ്ങനെയുള്ള ക്രിയകളെയാണ് നമ്മൾ റെഗുലർ വെർബ് എന്ന് പറയുന്നത്. ഉദാഹരണം ജമ്പ് ചാടുന്നു, ജംപ്ഡ് ചാടി, മറ്റ് ജംപ്ഡ് തന്നെ ചാടി അല്ലെങ്കിൽ ചാടപ്പെട്ടു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കും. വർക്ക്ഡ് ഇതുപോലുള്ള ക്രിയകളാണ് റെഗുലർ വെർബ്. ഇനി ഇറഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ ഈ ഈടി ചേർത്തുകൊണ്ട്, അതായത് ബേസ് ഫോമിനോട് ഇയും ഡിയും ചേർത്തുകൊണ്ട് V2ഉം V3ഉം ഉണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ക്രിയകൾ, അതായത് ഗോ, വെൻറ്റ്, ഗോൺ. ഗോ എന്ന് പറഞ്ഞാൽ പോവുക അല്ലെങ്കിൽ പോകുന്നു. ഈ ക്രിയയുടെ പാസ്റ്റ് പോയി എന്ന് പറയാൻ ജിയോയുടെ കൂടെ ഗോയുടെ കൂടെ ഈടി ചേർത്താൽ മതിയാകില്ല. പകരം എന്താണ്? വെൻറ്റ് എന്നാണ്. വെൻറ്റ്, ഗോൺ. ഗോ, വെൻറ്റ്, ഗോൺ. അടുത്ത നോക്ക് റൈറ്റ്, റോട്ട്, റിട്ടൺ. അടുത്ത നോക്ക് ഗിവ്, നൽകുക, നൽകി, അങ്ങനെ ഗിവ്, ഗേവ്, ഗിവൻ. അതുപോലെ പുട്ട്, പുട്ട്, അതുപോലെ തന്നെയാണ്. ഇങ്ങനെയുള്ള വെർബുകളെയാണ് നമ്മൾ ഇറഗുലർ വെർബുകൾ എന്ന് പറയുന്നത്. നമ്മൾ റെഗുലർ വെർബ് ഇറഗുലർ വെർബൊക്കെ വലിയ വിശാലമായിട്ട് വീഡിയോയിൽ മുന്നേ പഠിച്ചിട്ടുണ്ട്. അറിയാത്തവരുണ്ട്, പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, പോയി കണ്ട് പഠിച്ചോളാം. അപ്പോൾ ബേസ് ഫോമിൻ്റെ കൂടെ ഈടി ചേർത്തുകൊണ്ട് V3ഉം V2ഉം ഉണ്ടാക്കാൻ കഴിയാത്ത ക്രിയകളെയാണ് ഇറഗുലർ വെർബ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വെർബുകളുടെ V2ഉം V3ഉം നമ്മൾ ഓർത്ത് വയ്ക്കുകയേ നിർവാഹമുള്ളൂ. കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ ഓർത്ത് മനസ്സിൽ വെച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് പദസമ്പത്ത് അല്ലെങ്കിൽ പദപരിചയം ആവശ്യമാണ്. വേറെ 2-3 ഉദാഹരണങ്ങൾ ഇങ്ങനെ ബ്രിങ്, ബ്രോട്ട്, ബൈ, അങ്ങനെ ഓരോന്ന് പറയാം. അതുപോലെ അടുത്ത നോക്കി ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പം V1 അതായത് ബേസിനോട് 2 ചേർക്കും. ബേസിന് മുമ്പ്, അതായത് V1 മുന്നേ 2 ചേർക്കും. ടു റൈറ്റ് എഴുതാൻ, ടു ജമ്പ് ചാടാൻ, ടു സ്ലീപ്പ് ഉറങ്ങാൻ, അങ്ങനെ പറയാം. ഇനി വെർബിൻ്റെ പ്രസൻറ്റ് ഫോം നോക്കാം. പ്രസൻറ്റ് ഫോമിലാണ് സിംഗുലറും പ്ലൂറലും വരുന്നത്. വെർബ് സിംഗുലർ ആകുന്നത് പ്രസൻറ്റ് ഫോമിലാണ്. ഉദാഹരണം നോക്കാം. V1 ഡെസ് ചേരുന്നതാണ് സിംഗുലർ ഫോം, അതായത് ഏകവചനം. മറ്റേത് V1 ഡു, അതെപ്പോഴും സാധാരണഗതിയിൽ എപ്പോഴും പ്ലൂറൽ ഫോമിലാണ് V1 ഉള്ളത്. എന്നാൽ സിംഗുലർ ആക്കുമ്പോഴാണ് ഡെസ് ചേരുന്നത്. ഡു ചേരുമ്പോൾ ക്രിയയ്ക്ക് മാറ്റമൊന്നുമില്ല, പക്ഷേ ഡെസ് ചേരുമ്പോൾ എസ് അല്ലെങ്കിൽ ES ചേർത്താണ് സിംഗുലർ ആക്കുന്നത്. പ്രസൻറ്റ് ടെൻസിൽ സബ്ജക്റ്റ് ഏകവചനമായി വരുമ്പോഴാണ് ക്രിയ സിംഗുലറായി അഥവാ ഏകവചനമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഏകവചനം ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എസ് അല്ലെങ്കിൽ ES ചേർക്കുന്നത്. അതായത് V1 പ്ലസ് ഡെസ് ആണ് നമ്മൾ എസ് ഓർ ES ചേർത്ത് സിംഗുലർ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്ക്. ഗോസ്, റീഡ്സ്, റൈറ്റ്സ്. ഗോ പ്ലസ് ഡെസ്. അടുത്ത നോക്ക് പാസ്റ്റ് ഫോം. പാസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ V1 ഡിഡ് ചേർക്കുന്നത്. അതായത് വർക്ക് പ്ലസ് ഡിഡ്, വോക്ക്ഡ്. ജംപ് പ്ലസ് ഡിഡ്, ജംപ്ഡ്. റീഡ് പ്ലസ് ഡിഡ്, റീഡിൻ്റെ കൂടെ ED അല്ല ചേർക്കുന്നത്, പകരം റെഡ് എന്നാണ് അത് വായിക്കുന്നത്. റൈറ്റ് പ്ലസ് ഡിഡാണ് റോട്ട്. നമ്മൾ നേരത്തെ ഇറഗുലർ പഠിച്ചല്ലോ, അതിൽ ഈ വർക്ക്ഡ്, ജംപ്ഡ്, റീഡ്, റെഡ്, റോട്ട്. റെഡ് എന്നാണ്, ആ റെഡിൻ്റെ ആണ് ഡിഡ് ഉള്ളത്. റോട്ടിനകത്ത് ഡിഡുണ്ട്. സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ് റൈറ്റ് പ്ലസ് ഡിഡ് ആകുന്നത്. റെഗുലർ വെർബ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നേരിട്ട് ED ചേർന്ന് പാസ്റ്റ് ഫോം ഉണ്ടാകുന്നുള്ളൂ. ഇറഗുലർ വെർബ്സിൻ്റെ പാസ്റ്റ് നമ്മൾ ഓർത്തിരിക്കേ പറ്റും. അടുത്തത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുന്നത് നമ്മൾ V3 ആണെന്ന് പറഞ്ഞു. വർക്ക്ഡ്, ജംപ്ഡ്, റൈറ്റ്, റോട്ട്, റിട്ടൺ. റൈറ്റിൻ്റെ V3 റിട്ടൺ ആണ്. ഗിവിൻ്റെ V3 ഗിവൻ ആണ്. കട്ടിൻ്റെ V3 കട്ട് തന്നെയാണ്. അങ്ങനെ ഇതുപോലെ ഓരോന്നും മൂന്നാമത്തെ ഫോമിനെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പെർഫെക്റ്റ് ടെൻസുകളിലൊക്കെയാണ് സാധാരണയായിട്ടല്ല ഉപയോഗിക്കുന്നത്. അടുത്തത് ആക്ഷൻ വെർബ്സ്. ആക്ഷൻ വെർബ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജോലി ചെയ്യുക, വാക്ക് നടക്കുക, ജംപ് ചാടുക, റൺ ഓടുക, സിംഗ് പാടുക, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്ന അങ്ങനെയുള്ള വെർബുകൾ, ക്രിയകൾ നമ്മൾ അതിനെയാണ് ഇത് പറയുന്നത്. അതേസമയം സ്റ്റേറ്റീവ് വെർബ്സ് ആണ് അടുത്തത് പറയുന്നത്. സ്റ്റേറ്റീവ് വെർബ്സ് എന്ന് പറഞ്ഞാൽ ലവ് സ്നേഹം, ഫിയർ പേടി, നോ അറിയുക, ബിലീവ് വിശ്വസിക്കുക, ഡൗട്ട് സംശയിക്കുക, ഇങ്ങനെയുള്ള വെർബുകൾ ING ചേർത്ത് ഉപയോഗിക്കാറില്ല. ഇനി നമ്മൾ ട്രാൻസിറ്റീവ് വെർബ് എന്താണെന്ന് നോക്കുന്നത്. ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റുകൾ വരുന്ന ക്രിയകൾ, അതായത് ഗിവ് നൽകുക,
റൈറ്റ് എഴുതുക, ഈറ്റ് തിന്നുക, ഡ്രിങ്ക് കുടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ക്രിയകൾ. ഇങ്ങനെയുള്ള ക്രിയകൾ നമ്മളൊരു സബ്ജക്റ്റ് വരുമ്പം ഇപ്പോൾ ആരെ അല്ലെങ്കിൽ എന്തിന്, ഇപ്പോൾ എഴുതുക, എന്തെഴുതി അല്ലെങ്കിൽ എന്തിനെ എഴുതിയെന്ന് ചോദിച്ചാൽ കത്തെഴുതിയെന്ന് പറയാം. ഡ്രിങ്ക് കുടിക്കുക, എന്ത് കുടിച്ചു അല്ലെങ്കിൽ എന്തിനെ കുടിച്ചു എന്ന് ചോദിക്കാം. ഇങ്ങനെയുള്ള വെർബുകളെയാണ് ട്രാൻസിറ്റീവ് വെർബുകൾ എന്ന് പറയുന്നത്. അതായത് കർമ്മം, ഒബ്ജക്റ്റ് കിട്ടും. നമുക്കൊരു സെൻറ്റൻസിൽ എഴുതുമ്പോൾ ഒബ്ജക്റ്റ് കിട്ടും. ഇനി നമ്മൾ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്താണെന്നാണ് നോക്കുന്നത്. ഒബ്ജക്റ്റ് അഥവാ കർമ്മം ഇല്ലാത്ത ക്രിയകളാണ് ഇൻട്രാൻസിറ്റീവ് വെർബുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം ക്രൈ. ഇപ്പം നമ്മൾ കർമ്മമെന്ന് പറഞ്ഞാൽ എന്തോ ആരെ അല്ലെങ്കിൽ എന്തിനെന്ന് ചോദിച്ചാൽ ഉത്തരം വരുന്നത്. അതായത് ഇപ്പോൾ രാജു ഒരു കത്തെഴുതി, എന്തെഴുതി അല്ലെങ്കിൽ എന്തിനെ എഴുതിയെന്ന് ചോദിച്ചാൽ കത്തെന്ന് ഉത്തരവുണ്ട്. രാമൻ അടിച്ചു എന്ന് പറഞ്ഞാൽ ആരെ അടിച്ചു അല്ലെങ്കിൽ എന്തിനെ അടിച്ചു എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതേസമയം ആരെ, ഇപ്പം കരയുക, രാമൻ കരഞ്ഞു, ആരെ അല്ലെങ്കിൽ എന്തിനെ കരഞ്ഞു എന്ന് ചോദിക്കാൻ പറ്റത്തില്ല. ചോദിച്ചാൽ അവിടെ ഉത്തരവില്ല. ഇപ്പം ചിരിച്ചെന്ന് പറഞ്ഞാൽ ആരെയാ ചിരിച്ചേ അല്ലെങ്കിൽ എന്തിനെയാ ചിരിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. മരിക്കുക എന്ന് പറഞ്ഞാൽ ആരെയാ മരിച്ചേ എന്തിനെയാ മരിച്ചതെന്ന് പറഞ്ഞാൽ ഉത്തരവില്ല. അങ്ങനെയുള്ളവയാണ് എന്ത് പറയുന്നത്, ഇൻട്രാൻസിറ്റീവ് വെർബ്. അതേസമയം ആര് എന്തിന് എന്നല്ല, ആര് അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടണം. അങ്ങനെയുള്ള ക്രിയകൾ. അപ്പോൾ നമ്മൾ എഴുതിയെന്ന് പറഞ്ഞാൽ എന്തിനെ എഴുതി അല്ലെങ്കിൽ എന്തിനെയെന്ന് ചോദിച്ചാൽ ഉത്തരവുണ്ട്. അടിച്ചു എന്ന് പറഞ്ഞാൽ ആരെ അടിച്ചു എന്ന് ചോദിച്ചാൽ ഉണ്ട്. നോക്കി എന്ന് പറഞ്ഞാൽ ആരെ നോക്കി. അങ്ങനെയുള്ള ക്രിയകളാണ് എന്ത്, ട്രാൻസിറ്റീവ് വെർബ്. അതില്ലാത്ത, അതായത് ഒബ്ജക്റ്റ് ഇല്ലാത്ത ക്രിയകളാണ് ഇൻട്രാൻസിറ്റീവ് വെർബ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ട് ക്രിയകളെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ.